മര്യാദയ്ക്ക് ഒരു പെൺപിള്ളേരോട് എങ്ങനെ സംസാരിക്കണം പറയാത്ത വാണങ്ങളെ കുട്ടി എന്റെ അടുത്ത് വരാൻ. നമ്മളൊക്കെ ഫാൻസ് ആണ് കുട്ടികളെ നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല. കീബോർഡിലെ എല്ലാ കീയും ഞാൻ സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്തു 3D പ്രിന്റർ വെച്ച്. അത് മതി, അതാണ് നല്ലത്, അതാണ് നല്ലത്. ഞാൻ അത്ര പോകാനല്ല, മനസ്സിലായ? ഞാൻ വലിയ ഞാൻ അത്ര പോകാനല്ല. എനിക്കെല്ലാം കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നീ കൊമ്പാച്ചന വാണോന്ന് വിളിക്കേണ്ട തെറ്റൊന്നും ആയിട്ടില്ല മോളെ. നീ ഉള്ള കാര്യം ഞാൻ പറയാം. അതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ അടുത്ത് പോയ ഒരാളിയാ ഇവന്മാര് വാങ്ങിച്ചിരിക്കുന്നളിയാ. ഇല്ലടാ, ഞാൻ വേണ്ട, ഞാൻ നന്നായി, ഞാൻ തെറിവിളിയില്ല. കോമാളികളോട് മറുപടി കൊടുത്താൽ ശരിയാവും. ഞാൻ ഈ കോമാളികളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഭാഷ എന്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് കോമാളിയെ വിടുന്നു. ഞാനും നീയായിട്ട് ഒരു ഇതില് ഇനി മേലെ എന്റെ പിന്നാലെ നടക്കണം. ഇമാതിരി 4 ടീംസിന്റെ കൂടെ നടക്കുന്ന നിന്നെയാണ് എനിക്ക് വേണം. എനിക്ക് നീയായിട്ട് ഒരു ബന്ധവും കേട്ടല്ലോ. മര്യാദയ്ക്ക് ഒരു പെൺപിള്ളേരോട് എങ്ങനെ സംസാരിക്കണം പറയാത്ത വാണങ്ങളെ കുട്ടി എന്റെ അടുത്ത് വരാൻ. ആ പെണ്ണ് ഗ്യാങ്ങുള്ളതാണ്. അല്ലല്ലോ, ഇവർക്ക് ഇവന്റെ ലവറെന്ന് പറയുന്നത്. ആരായിരുന്നു അത്? ഇമാതിരി 4 ടീംസിന്റെ കൂടെ നടക്കുന്ന നിന്നെയാണ് കൊമ്പനെയാണ് പറഞ്ഞതോ എനിക്ക് വേണം. എനിക്ക് നീയായിട്ട് ഒരു ബന്ധവും കേട്ടല്ലോ. മര്യാദയ്ക്ക് ഒരു പെൺപിള്ളേരോട് എങ്ങനെ സംസാരിക്കണം പറയാത്ത വാണങ്ങളെ കുട്ടി എന്റെ അടുത്ത് വരാൻ. അവര് കയ്യില് പിടി കിട്ടിയ കളിയാ ഇടിക്കുവായിരുന്നു കേട്ടോ ഇവനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ അതൊന്നും ഒബ്ജക്ട് ചെയ്യാൻ പോലും നിന്നില്ല. വർത്താനം ഇതാ നമുക്കറിയാലോ, ഇനിയിപ്പോ തിരിച്ചു പോയേക്കാം. Be like him, accept and move on. അത് ചെയ്യാല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ കൊച്ചിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊണ്ടു ഒരു കൺഗ്രാജുലേഷൻ പറയണ്ടോ? എവിടെ മുള്ളുമുരിക്കൊണ്ടേ കൊള്ളാല്ലേ, നല്ല ഉണ്ടായി. അവര് ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. ഹലോ, പേരെന്താ? കേട്ടില്ല. ചേട്ടനോ? എന്റെ ഫാനോ? അതിന് മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഫാനാവാ എന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്തോ കേട്ടില്ല, സോറി. അത് സത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതിന് ഇങ്ങനെ സത്യസന്ധരെ കുട്ടികളെ നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല. എന്നോട് തോന്നിയാസം പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെയൊക്കെ പേരെന്താ? നിങ്ങൾ ആശീർവദിക്കണോ? ഇല്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാര്, നമ്മള് എന്നെയൊക്കെ ആശീർവദിക്കണ്ടല്ലേ. ഞങ്ങളൊക്കെ നിങ്ങളെക്കാളും ചെറുതല്ലേ. എന്റെ പേര് മില്ലറ്റ് മോഹൻ. മില്ലറ്റ് മോഹനോ? നല്ല പേര്, എല്ലാവരും നല്ല നല്ല പേര്. എന്തേ നിങ്ങളൊക്കെ ഇവിടെ? ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ ജയിക്കട്ടെ നിങ്ങളൊക്കെ. ഓക്കെ, ബൈ. തള്ളി കോച്ചോ തള്ളിയോ? ഹലോ 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 കുട്ടി, ഹലോ.
ഹലോ ഈ നശിച്ച പാട്ട് നിർത്തോ പാട്ടില്ല, നമുക്ക് പാട്ടില്ല. എന്റെ ദൈവമേ. അടിക്കാൻ നമ്മളെ എന്റെ ശരീരത്തിൽ നിന്ന് ഒരു പൊടി ചോര വീണിട്ട് അണ്ണന്റെ ദേഹത്ത് കൊടുക്കും ആൾക്കാർ ഇവിടെ, മനസ്സിലായോ? നടക്കാൻ ഒരു അടിന്ന് പറയാൻ നമ്മളിന്ന് വരാതിരിക്കോ? കൂട്ടുകാരനെ പിന്നെ സ്ഥലമില്ലല്ലോ നിനക്ക് കളിക്കാൻ. സ്ഥലമില്ലേ? ഞാൻ ചാവ ഇറങ്ങണമെങ്കിൽ പിന്നെ എല്ലായിടത്തും സാർപ്പാട്ടല്ലാതെ ഒരു അടി അവസരം ഇവിടെ. അളിയ നമുക്കിന്ന് ജയിക്കണേ അളിയ. ആരാന്നറിയാവോ? ആര്? എലി വിദ്യാലയം. അവളെ തൂക്കി പറഞ്ഞിട്ട് ഇടിക്കും. അപ്പൊ ചന്ദ്രന്റെ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അളിയ. ഞാൻ ചാവാൻ പാടില്ല എങ്ങനെയൊക്കെയാണേലും. എന്നെ നീ പ്രൊട്ടക്ട് ചെയ്യണം. അന്ന് നീ നിനക്ക് വേണ്ടി നിന്നതുപോലെ നീ എനിക്ക് വേണ്ടി നിൽക്കണം. നമ്മളെല്ലാരും നാട്ടിലോട്ടേക്ക് ഉരുക്ക് പോലെയാണോ? നമ്മളെ തൊട്ടിട്ട് അണ്ണനെ തൊടുള്ളൂ. കണ്ണാ എടാ കണ്ണാ, കൊല്ലേണ്ടവരുടെ എണ്ണം കൂടും. ഇല്ല സൈഡ് മാറ്റുന്ന ഡയലോഗ് ഒന്നുമില്ല. എന്ന് പറഞ്ഞെന്താണ്? എടാ ഇത് എപ്പോഴാ ബാറ്റ് ഒക്കെ മേടിക്കേണ്ടത്? കുറയ്ക്കേണ്ടവരുടെ എണ്ണം കൂടും. വാ നമുക്ക് ജസ്റ്റ് ആ കളി ഒന്ന് സ്പെക്ക് ചെയ്യാം. വാ അടിച്ച് വീണില്ലേ ഇവനൊന്നും. അല്ല ഞാൻ എല്ലാ ആളായി ഞാനില്ല. സെറ്റിംഗ്സില് കീ ബൈൻഡിങ് എടുക്കും. താഴോട്ട് വന്നാൽ ഈവെന്റിൽ എനിക്ക് ഫൈവൊന്നും വേണ്ടില്ല കേട്ടോ. എടുക്കുമ്പോ എൻട്ര അടിക്കും. കീ ബൈൻസ് എടുത്തിട്ട് അടിച്ചോ? താഴോട്ട് വന്ന് 5M. എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. യു ഹാവ് അറിയായിരുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് അറിയത്തൂല എന്തിനെ പറ്റി. എനിക്കാണെങ്കിൽ മാറ്റാൻ പോലും അറിഞ്ഞൂടാ. അതില് പറ ടൈമാ പറഞ്ഞു തന്നിട്ട് പോകും. കുഴപ്പമാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ മൊത്തം താടി മീശ ഉണ്ടായിരുന്നു. ബോബി ഒന്നുമല്ല. ഹലോ, ഇവിടെ പോയി എങ്ങോട്ട്? എനിക്ക് കണ്ടൂടാ. അവൻ പോയത് മാറിപ്പോയെന്ന് ഫോൺ വിളിച്ചു കേട്ടാ. ഇന്നലെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനായിട്ട് ഞാൻ അവരുടെ കാര്യം ഇറങ്ങി. ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ച് പറയുന്ന അവന്മാരാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും ഉണ്ടരാതൊക്കെ അവന്മാരെന്ന് പറയുന്നത്. ഈ ചമ്മടൊക്കെ നിങ്ങളുടെ പെട്രോൾ പമ്പില്ലേ 200 കോടിക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടത് 1200 കോടി ആക്കി തന്നത് അവന്മാരാണ്. എന്നിട്ടാണ് അവന്മാർ ഇന്നലെ നമ്പി അടിക്കുന്നത്. ബ്രോ ആ ഗ്യാങ്ങിലുണ്ടായിരുന്നാണോ? അവ ഇറങ്ങി നമ്മളെ കുറിച്ച് അമ്പി പറയാനായിട്ടിട്ട് ഇറങ്ങി. GNR അല്ലേ ജർമ്മ? അല്ല അത് ഇന്നലെ കൊരുത്തായിരുന്ന. ഇന്നലെ കൊരുത്തിയാ പിന്നെ ഒരു ഡീലിംഗ് നടക്കുന്നോണ്ട് ഞാൻ വിട്ടേ. പക്ഷെ ഇപ്പൊ സത്യാവസ്ഥ അറിഞ്ഞില്ലേ? അല്ല ഞാൻ ഫസ്റ്റിലെ അമ്മമാരെ അളന്നതാണ്. അമ്മമാര് പ്രശ്നമാണ്. ഇവിടെ ആരെ വിശ്വസിക്കാൻ ആരോടും വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. വേണ്ട കുഴപ്പമൊന്നുമില്ല, പോട്ടെ.
ഇല്ല ഒന്നും സീനില്ല നമുക്ക് ആരോടും അങ്ങനെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല ബ്രോ. അവര് വന്ന് പറഞ്ഞോണ്ട് നമ്മൾ ഇതാക്കിയെന്നേ ഉള്ളൂ, വേറൊന്നും ഇല്ല. പെട്രോൾ പമ്പ് ഇല്ലേ, പെട്രോൾ പമ്പ് തന്നെയില്ല, അത് 700 കോടിക്ക് നിങ്ങൾക്ക് കിട്ടണത്. ചന്ദ്രനായിട്ടുള്ള ഇഷ്യൂ കാരണം ഒരു 1200 കോടിക്ക് അത് കയറ്റി വിളിച്ചത്, കാശ് പോലില്ലായിരുന്നു അത്. ഇല്ല അതൊന്നും നമുക്ക് കുഴപ്പമില്ല. കാശില്ലായിരുന്നു അന്നാ വിളിച്ചപ്പോ, കാശില്ലായിരുന്നു, അവര് വെറുതെ കയറ്റി വിളിച്ചത്. നിങ്ങളെ കാശില്ലാതെ നമ്മള് അല്ല അവന്റെ കാശില്ലായിരുന്നു അന്ന് വിളിച്ച സമയത്ത്. ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതിന്? ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് FRP അത് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അവന്റെ തന്തയുടെ സെർവറിലല്ലേ. ആ സമയത്ത് കാശ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് ചെയ്യില്ലേ അവര് നെറ്റ് എടുത്ത് ആ സമയത്ത് നിങ്ങൾ എത്ര വിളിക്കുമെന്ന് നോക്കിയിട്ടൊക്കെയാണ് വിളിച്ചത്. അതൊക്കെ അതാരാ ചെയ്തെന്നൊന്ന് പറയോ ഈ വീക്സില്? അതാരാ ചെയ്തേ? ചെയ്തത് അവിടുത്തെ ലീഡറും കോ ലീഡറൊക്കെയാണ്. അവർക്കാണ് ചന്ദ്രനായിട്ടുള്ള വിഷയമാണ് ചെയ്തത്. ചന്ദ്രൻ പണ്ട് എന്തോ ഇവരുടെ എന്തോ എടുത്തേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇഷ്യൂ ഉള്ളൂ. അണ്ണാ ഇവന്മാരുടെ ഗ്യാങ്സോടെ വരുന്നതെന്ന് അറിയാം, നമ്മുടെ ഗ്യാങ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഞാൻ എന്തെടുത്തേ നമ്മരെ എന്തോ നിങ്ങൾ അവരുടെ എന്തോ സാധനം കയറ്റി വിളിച്ച അങ്ങനെ കണ്ടാണ് പ്രശ്നം. ഒന്നും കയറ്റി വിളിച്ചില്ല ബ്രോ അങ്ങനെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇവൻ അവിടുന്ന് ഇറങ്ങിയതാ. അപ്പൊ അവൻ ഇത് പറയും. അപ്പൊ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കണം എന്താണെന്ന്. ഇല്ല അവരുടെ സൈഡിൽ കേൾക്കണോ? ഇവൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയതാണ്, മനസ്സിലായോ? ഇവൻ അവിടെ നിന്ന് ഇറങ്ങിയവനാ. ചിലപ്പോ ഇനി എന്തെങ്കിലും ഇഷ്യൂന്റെ പുറത്ത് ഇറങ്ങിയിട്ട് ഇവിടെ പറയുവാണ് നമ്മൾ ഇതിന്റെ പുറത്ത് ഓവർ റിയാക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇതല്ല സത്യമെങ്കിൽ എന്ത് ചെയ്യും? അല്ല എന്തെന്താ വെച്ചാൽ നോക്കാം, അല്ലാതെ കാശില്ലാതെ വിളിക്കാൻ പറ്റത്തില്ല എന്തായാലും. അതൊന്നും എനിക്കറിയണം, എനിക്ക് അതാണ് ഉണ്ടെങ്കിൽ. അണ്ണാ അതെ നമ്മുടെ ടീമിന്റെ പേര് സാർപ്പാട്ടനാക്കിയേ. ടീമിന്റെ പേര് ഇവൻ സർപ്പാട്ടനാക്കിയെന്ന്. ചിന്നക്കട അതെന്റെ പോലെ ഞാൻ റേഡിയോ കേട്ടിട്ടുണ്ട് അവന്മാരെ. ടൈം ആകുമ്പത്തേക്കും പറയുന്നു പറഞ്ഞു. ആരുടെ റേഡിയോയില്? 31.55 ഇവരെ റേഡിയോയില്. അണ്ണൻ കയറണം. ഇതിനകത്ത് തെള്ളിയാ തന്നെ ഹെൽമെറ്റ് പോകും. ഹെൽമെറ്റ് ഓപ്പോസിറ്റ് അടിക്കണമെന്ന് അങ്ങനെ പറഞ്ഞു. അബദ്ധം പറ്റിയതാ. ഇവൻ ആരാടാ? ഹലോ ഹലോ വാസു ഞാൻ മില്ലറ്റ് മോഹൻ. ചന്ദ്രൻ പറഞ്ഞില്ല വാസുണ്ണനാന്ന്. എന്റെ പേര് മില്ലറ്റ് മോഹൻ. മോഹനേട്ടാ ജയിച്ചിട്ടോ ഓ ഓക്കെ. ജയിക്കുന്നുണ്ടോ? നമ്മളെ ജയിക്കൂ. നമ്മളെ കപ്പ് അത് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടാണല്ലോ. കാട്ടക്കട എവിടെ പൈസ എന്താടാ പൈസ കൊടുത്താനേ നമ്മൾ വാങ്ങിക്കുന്ന ഇതൊക്കെയാണോ പറയുന്നത്? പൈസ കൊടുത്തു നമ്മുടെ ആണോ എടുത്തത്? നിങ്ങൾ റേഡിയോയിൽ ആദ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ ചെറിയൊരു സെർച്ചിങ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വൺസ് ഒറ്റൊരു ടൈം മാത്രമേ നിങ്ങൾക്ക് ഹീലിംഗ്സ് ആൻഡ് ആർമർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫുഡ് ഓൾസോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പൊ അത് യൂസ് ചെയ്യാം. നമ്മളെ ആൾക്കാർ നിങ്ങളുടെ ഹീലിംഗ്സ് എടുത്തു വെക്കും. നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു തരും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ വെക്കാം കേട്ടോ. വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് കയറാൻ പറ്റില്ലേ? ആരാണ്? നിങ്ങളുടെ ടീമാണോ? ഞങ്ങളൊരു ടീമുണ്ട്. ഞാൻ പറഞ്ഞു കണ്ണാപ്പിയുടെ അളിയ മുങ്ങി കേറല്ലേ? മില്ലറ്റ് മോഹൻ. മോഹ കേറാ. മോഹന്റെ വായനെന്തിര്? എന്റെ ശബ്ദം എടാ നിങ്ങളാ അടുത്ത അരീന ഫൈറ്റ് പ്ലക്കാച്ചി SPB എത്രയും പെട്ടെന്ന് നമ്മുടെ ചെക്കിംഗ് ഏരിയയിലേക്ക് വരേണ്ട ആളുകൾ ആ ചെക്കിംഗ് ഏരിയ. എടാ ഒന്ന് വന്നടാ, നമുക്ക് എനിക്കൊന്ന് പോയി ഹെൽമെറ്റ് ഇടണോടാ. ഒന്ന് വന്നടാ.
ഈ മാർക്കിൽ ഒരു ഹെൽമെറ്റ് ഇടണം. വാ വാ വാ. വണ്ടി എടുക്കണം, വണ്ടി എടുക്കാം. ഹെലി എവിടെ നമ്മുടെ? ഞാൻ ഈ മാർക്കിൽ നിൽക്കുന്നു നിന്റെ തൊട്ട്. നമുക്ക് പോയി സെറ്റ് ആയിട്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് എടാ ഹെൽമെറ്റ് ഇട്ടിട്ട് ഡ്രസ് ഇട്ടിട്ട് വരാം. വാ ഒരു എടാ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഇട്ടിട്ട് വരാടാ, അല്ലെ നമ്മൾ തോക്കൂടാ. ചന്ദ്രനൊക്കെ വീശി വരാൻ പറ. അല്ലെ വീശി ഇത് റേഡിയോ വരാൻ പറ. ഞാൻ പോയി ബോസറിനെ വിളിച്ചിട്ട് എല്ലാരും വിളിച്ചിട്ട് ഡ്രസ് ഷോപ്പിലോട്ട് വരാൻ പറ. ഒരു ഡ്രസ് ഇടാം നമുക്ക് എല്ലാവർക്കും. അലീന തല്ലുകൊണ്ട് ഓടുന്നത് കേട്ടാ. ഹലോ ഹലോ ഹലോ. സൈഡിലൊരു നട്ടല് തൂങ്ങി കിടക്കുന്നത്, അതൊന്ന് എടുത്തൊന്ന് ഫിക്സ് ചെയ്യണം. നമ്മുടെ വണ്ടി പോടാ. അണ്ണ ലോക്ക വല്ലവന്റെ വണ്ടി മോഷ്ടിക്കാൻ പറ്റില്ല. വേല വിളിക്കാം. എടാ ഫ്രണ്ടിൽ എന്തോ ഡ്രസ് ഷോപ്പ് ഉണ്ടോ നോക്കിയാലോ നമുക്ക്. എന്റെ എസ്കേപ്പ് വർക്ക് ആവുന്നില്ലടാ. ഈ അടിച്ചു പോയാ അണ്ണന്റെ അതോ ബഗ്ഗാന്നോ? അറിഞ്ഞൂടാ, ബഗ്ഗാന്ന് തോന്നുന്നു. എന്റെ എസ്കേപ്പ് വർക്ക് ആവുന്നില്ല കേട്ടാ. ഞാനൊരു സത്യം പറയട്ടെ, ഇനി ഞാൻ അത് കാണിച്ചു തരാം, എന്നാലേ നിങ്ങക്കത് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് ഉച്ചക്കത്തെ കഴപ്പായിരുന്നേ. കീബോർഡിലെ എല്ലാ കീയും ഞാൻ സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്തു 3D പ്രിന്റർ വെച്ച്. ഇതേ കണ്ട എസ്കേപ്പ് കണ്ട, ഇങ്ങനെ ആക്കി കളഞ്ഞ് ഞാൻ. ചില്ലറ കഴപ്പായിരുന്നു നോക്ക്. അത് ഒറിജിനല് വലിച്ചിളക്കണ സമയത്ത് അതിന്റെ ഒറിജിനൽ കീ അങ്ങ് പൊട്ടിപ്പോയി. ഇനി മാറ്റിയിടാനും ഇല്ല. മനസ്സിലായ? 9,000 രൂപയുടെ കീബോർഡാ. ഇപ്പൊ നടക്കുന്ന MRC പിന്നെ വേറെ ആരും കൂടാ, അതും കൂടെ കഴിഞ്ഞിട്ട്. ഞാനത് ഒരു കൗതുകത്തിന് വേണ്ടി പക്ഷെ ബാക്കിയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ടീ അടിച്ചിട്ട് എസ്കേപ്പ് അടിക്കുമ്പോൾ അത് പോണുണ്ട്, പക്ഷെ മാപ്പ് വരുന്നില്ല. മാപ്പ് ഇതൊന്നും വരുന്നില്ല, സെറ്റിങ്സോ അതൊന്നും. എനിക്കറിഞ്ഞൂടാ, അതെ ഗെയിം ബഗ്ഗാന്ന് തോന്നുന്നു. എന്റെ ശബ്ദം ഇങ്ങനെ പോയേ മയില്. ഒറിജിനൽ സൗണ്ട് എങ്ങനെയാന്ന് പറഞ്ഞതല്ല. പീ ഒന്നും ഞെക്കിട്ട് ഒന്നും വരുന്നില്ല. പീയും പോയെന്ന് തോന്നുന്നു. വിളിച്ചതിന് സോറിയാ. ഇറ്റ്സ് എ ബാഡ് വേർഡ്, യൂസ് ചെയ്യാൻ പാടില്ല. അതാരാ? എന്തോ തിന്നുന്ന ഹെൽത്തിയാ. എളുപ്പമായിരിക്കും. എല്ലാരും ബ്ലാക്ക് ഡ്രസ് ഇടാം, അത് മതി. ഈ ഡ്രസ് റെഡ് മാറ്റും. ഈ ഡ്രസ് പറഞ്ഞേ. 754 ജാക്കറ്റ്. ഇത് എവിടെയാണ്? ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. എന്താണ് ജാക്കറ്റ്? എത്ര? 754 ടോപ്പ്. അണ്ണാ ടോപ്പി 754. ഫാൻസ് 42. എന്റെ കൈ കുറച്ച് കീറിയിരിക്കും, അത് മാറ്റുന്നത് എങ്ങനെയാ?
അത് ഹാൻഡ്സ് ആംസ് മാറ്റിയാ പാൻസ് 42. ഹലോ 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 എടാ അതെ പാൻസ് എത്ര? 42. എടാ ഞാൻ ഇട്ടിരുന്ന ഡ്രസ് ഇടാ അത് നല്ല രസമുണ്ടായിരുന്നു കിടിലായിരുന്നത്. പിന്നെ അവന്റെ കോപ്പ് ഉണ്ടാ വൈബുണ്ട്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഒരു ഹെൽമെറ്റ് 190. എന്തോ പറയാൻ ഹെൽമെറ്റ് ഹെൽമെറ്റ് 190. വാവോട്ട് പറയണം മൈരേ. മൂഞ്ചാൻ പറയാൻ പറഞ്ഞു എന്തൊരു ഇത് അത്തോടാ നീ പോയി നീ മൂത്തേക്ക് പറഞ്ഞ പാന്റ് എത്ര? 42. 42. ആ ഓക്കെ. അണ്ണാ അതിന്റെ കളർ മാറ്റണം, പച്ച വല്ലതും ആക്കി എടുത്തിട്ട്. ഹലോ ഇല്ല ഇത് മതി ബ്ലാക്ക് വരും അതൊരു പവർ ഷൂസ് പറഞ്ഞോട്ട്, ഷൂസ് പറഞ്ഞോട്ട്. ഹെൽമെറ്റ് എവിടെയാണ്? ആക്സസറിയിലാണോ? ഹെൽമെറ്റ് ആക്സസറീസ് ഹാറ്റിൽ അമ്മ എന്റെ ഡ്രസ് എത്രയാ? ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ അങ്ങോട്ട് 190 190. 190. ആ ലോവർ ബോഡിയിൽ ഷൂസ്. ഷൂസ് ഒക്കെ ഇത് മതി. എന്റെ ഷൂസ് ഇട്ട് അറിയാം. ഷൂസ് ഇത് വേണ ഇത് നോക്ക് നമ്മുടെ ഷൂസ് നല്ല രസമാണ് നമ്മുടെ ഷൂസ്. എവിടെ ഷൂസ് നോക്കട്ടെ? നോക്കണ ലോവർ ബോഡി നല്ല ഡ്രസ്സാ വാസന. എത്ര? 239. 239. അണ്ണാ നമ്മുടെ ഒക്കെ ലുക്ക് ഉണ്ടാണ് ഇപ്പം. ചന്ദ്ര മാറിയില്ല ഡ്രസ്. ചന്ദ്ര ഡ്രസ് മാറേ. ഡ്രസ് മാറുവാ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച അമ്മായി ഇത് നോക്കോളെ. ഒരാളിപ്പോ നിക്കേ ചന്ദ്ര കുട്ടി കിടക്കൂടെ മീശ വെളിയിലോട്ട്. ആരെങ്കിലും ഒരാളിവിടെ നിക്കടാ. ആരാ നിക്കുന്നേ? ചന്ദ്ര വന്നിട്ട് എന്നാ ബോസിനോട് വന്നിട്ട് പോവാം. ഞാൻ മാറാം. ബ്ലാക്ക് ഇട്ടപ്പോ ഞാൻ എന്റെ ബ്ലാക്ക് ആയിരുന്നു. ഒരു ഗ്യാങ് ലീഡറാണ് നിങ്ങളൊക്കെ കോലം കെട്ടിച്ച് ഇവിടെ കൊണ്ടിരിക്കുന്നത്. നീ ഇവിടെ മാറാ, യൂണിഫോം കീപ്പ് ചെയ്യടാ. ഒരു ഗ്യാങ്ങിന്റെ ലീഡറായ എന്നെ ഇവിടെ കോമാളി വേഷം കെട്ടി ഇരുത്തിയേക്കണ്. നിനക്കെന്താ പറ്റത്തില്ലേ? അതൊക്കെ വള്ളി എടുക്കുന്ന ഡ്രസ്സാണ്. നമ്മളൊരു അടിക്ക് മുമ്പ് അതാണ്. അവിടെ കേറിയില്ല ആൾക്കാർ, അവിടെ തന്നെ നിക്കുക. അല്ല ചന്ദ്രുവിനെ പിടിക്കാൻ പോവാ നമ്മള്. ചന്ദ്രുവിടെ ഒറ്റയ്ക്കാന്ന് തോന്നുന്നു വണ്ടി എടുത്ത്. ചന്ദ്രുവിടെ വണ്ടി ഉണ്ടോ? ചന്ദ്രു അണ്ണ വണ്ടി നോക്കി കൊണ്ടാണ് നടന്നു ഞാൻ കേട്ടാ. ഒരു സ്വാഗും ഇല്ല. എന്നെ കണ്ടോ നീ? ഇതിലും വലിയ സ്വാഗ് എന്താ നോക്കിയേ. എന്റെ മീശ എന്ത് നോക്കണ്ട, നീ എന്നെ നോക്ക് കണ്ട. ഗ്യാങ് ലീഡർ ഇടുന്ന ഡ്രസ്സാണോ ഇത്? ഡ്രസ് മാറടാ ചന്ദ്രമാ. ഇത്രയും നിന്റെ ഇതിനകത്തോട്ട് നീ ഒരാൾ മാറിയപ്പോ സമയം ഇറച്ചിയിൽ മണ്ണ് വീഴണം എന്റെ. ഇടികൊണ്ട് വീണ ആ ടീംസ് വരുന്നുണ്ട് ഡ്രസ് ഷോപ്പിലോട്ട്. ഇത് രാശിയിലെ ഡ്രസ്സാണ്. ഇത് കളി നോക്കും. ഇത് കളി നോക്കാനാ ഇത് തോറ്റ തൂറും നമ്മള്. നീ എവിടെയാ? മര്യാദക്ക് മാറിയില്ലേ ഇവിടെ ഇട്ട് തല്ലും. ചന്ദ്ര അപ്പർ ബോഡി ടോപ്സ് 754. ഇത് സേവ് ചെയ്തോട്ടെ. കിട്ടിയ ഡ്രസ്സായത്. അതെ എവിടെ? ഞാൻ ഇവിടെ തന്നെ ഇപ്പുണ്ട്. ഓ അടിച്ചോ അതെ ഏതാ അപ്പർ ബോഡി? 754 അപ്പർ ബോഡി. അതെ അടിച്ചു കഴിഞ്ഞാ കൊല്ലണം. കൊല്ലും. പിന്നെ നിന്നെ വെച്ചോണ്ടിരിക്കുവോ? നിന്നെ ഇട്ടേക്കോ ഞാൻ? അപ്പൊ തന്നെ കൊല്ലും. കൊന്നെന്ന് ഉറപ്പിച്ചിട്ട് വേണം പോവാ ഇവിടെ. കൊന്നെന്ന് ഉറപ്പിച്ചിട്ട് വേണം പോവാ ഇവിടെ. ഓ ഉറപ്പായിട്ട് കുഴിച്ചു വിട്ടിട്ടേ പോകത്തുള്ളൂ. രണ്ട് പൊടലത്തെങ്ങ് കൂടെ വെക്കാം. പൊടലത്തെങ്ങ് നിന്റെ അച്ഛന്റെ വായിലോട്ട് കയറാം. അബ്യൂസീവ് ലാംഗ്വേജ് പറ്റത്തില്ല കേട്ടാ.
സിറ്റിയിൽ അച്ഛനാണ് വിളിച്ചവരെ. ടി വിക്കകത്ത് ഇനി ഷീൽഡ് കൊണ്ട് കാര്യമില്ലല്ലോ ഇനി മെമ്പേഴ്സിനോട് മാന്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ എടുത്ത് കളയുവേ വെളിയില്. കൊറേ പേര് കംപ്ലൈന്റ് തന്നേ കൊറേ. സൂപ്പർ നല്ല മോനാണ്. അണ്ണനെ കഴിഞ്ഞ ദിവസം ഒന്ന് ആറാടിയത് പോലെ ഞാൻ അന്നേ ഒരു ആറാടിയിട്ടില്ലാട്ടാ. ടീച്ചിൽ അമ്മരെ വിളിച്ച പോലെ ഞാൻ ജീവിതത്തിൽ വിളിച്ചിട്ടില്ല ആരെയും. വാ 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 എടാ ഞാനൊക്കെ ഷൂ ഇട്ടില്ല. ഷൂ വേണം നിക്കറും വേണം. ലോവർ ബോഡി 42. ഇല്ലടാ ഇത് മാറ്റ്. ലോവർ ബോഡി 42 ഷൂസ് 239. ഇത് ഉണ്ടല്ലോ കേസ്. ഇത് ഏതെങ്കിലും ഗ്യാങ്ങിന്റെ നിന്ന് എ ക്ലാസ് തല്ല് മേടിക്കാനുള്ള പരിപാടിയാണ് ഇത്. ഹെൽമെറ്റ് ഇല്ലടാ. എനിക്ക് ഹെൽമെറ്റ് ഉണ്ടറാ. എടാ ചന്ദ്ര ഹെൽമെറ്റ് വെക്കണേ. ഹെൽമെറ്റ് ഇതാരാ? പഫർ. ഇതെന്താ കണ്ണാപ്പി ഇത്? വാസോണ്ണ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഹെൽമെറ്റ് ഒന്നും അല്ല. എടാ ആരില്ല ഒരാള് ഞാൻ കാര്യം കാണിച്ചു തരണം. ഒന്നും കാണിക്കില്ല ചന്ദ്ര. അതല്ല ഫുൾ അണ്ണാ ഇതൊക്കെ കേൾക്കാതെ അടിച്ചു പോണേ വാസോണ്ണ. ഇൻഫോർമേറ്റീവ് ഇതൊക്കെ അവിടെ ചെന്നിട്ട് കേൾക്കാം. വാ എന്നാ വാ വണ്ടി പറക്ക്. ചന്ദ്ര ക്യാരി അടിക്കാം